അനുജ, ഇപ്പോൾ പി കെ ഗുരുദാസൻ അദ്ദേഹം ഇവിടെ വി എസിനെ അവസാനമായി കാണാൻ വന്നു. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ദർബാർ ഹാളിലേക്ക്. വി എസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രിയപ്പെട്ട സ്നേഹിതനും ഒരാളാണ് പി കെ ഗുരുദാസൻ. അങ്ങനെ വി എസിനോട് ബന്ധമുള്ളവരും അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരും വളരെ ദൂരെ നിന്ന് മാത്രം വി എസിനെ കണ്ട് ഒക്കെ മനസ്സിലാക്കിയവരും ഒക്കെ അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വരികയാണ്. ക്ലിമീസ് കാതോലിക്ക ബാബ അദ്ദേഹത്തെ സന്ദർശിക്കാനായി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി പോകുന്നു. കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് കർദിനാൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വി എസ് നമുക്കറിയാം തിരുവനന്തപുരം എന്നത് വി എസിന്റെ എത്രയോ പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന മേഖലയാണ്, കർമ്മമണ്ഡലമാണ്. ഇവിടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണ് ഈ നഗരത്തിലെ എല്ലാവരും എന്ന് തന്നെ പറയാം. അങ്ങനെ വി എസ് കടന്നുപോയ വഴികളിൽ തിരുവനന്തപുരം എന്നത് പല തരത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടെ വി എസ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നഗരത്തിലെ പൗരാവലി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്, വിട നൽകുകയാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എത്രയോ പതിറ്റാണ്ടുകളായി അദ്ദേഹം ഈ കർമ്മ മേഖലയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് അറിയാം. ആ കർമ്മമേഖല അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഈ നഗരവുമായുള്ള ബന്ധം എത്രയോ അടുത്തതായിരുന്നു. എത്രയോ ഇഴപിരിയാത്തൊരു ബന്ധമാണ് ഈ നഗരവും വി എസും തമ്മിലുള്ളത്. ആ നഗരം വി എസിന് വിട നൽകുകയാണ്. പൗരാവലി, തിരുവനന്തപുരത്തെ പൗരാവലി വി എസിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വരി അങ്ങ് വളരെ പിറകിൽ നിന്ന് നീണ്ട് ദർബാർ ഹാളിനകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തൊക്കെ വലിയ ജനസഞ്ചയം കാത്തു നിൽക്കുന്നുണ്ട്. നിയന്ത്രണങ്ങളോടെ ആളുകളെ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മണിക്കകം തന്നെ ഇവിടെ നിന്ന് വിലാപയാത്ര ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ രാവിലെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ AKG സെന്ററിൽ അതിന് മുന്നിലെത്തിയ 10,000-കണക്കിന് ആളുകൾ. രാത്രി വൈകിയും വി എസിനെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും എത്രയോ ആയിരങ്ങളാണ് അവിടെ തടിച്ചുകൂടി നിന്നത് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ. ഇതിപ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്തെ പൗരാവലി ഈ നഗരം അദ്ദേഹത്തിന് വിട നൽകുകയാണ്. ഇനി ഒരു യാത്രയാണ്, വിലാപയാത്ര. അത് തിരുവനന്തപുരം കൊല്ലം ജില്ല വഴി ആലപ്പുഴയിലേക്ക് എത്തും. ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പരവൂരിലെ വീട്ടിലേക്കെത്തും. അതിനുശേഷം നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം, പിന്നീട് പ്രത്യേകം ആലപ്പുഴ നഗരത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം